രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2026 മെയ് 9 നടന്ന IPL ലീഗ് മത്സരത്തിൽ 77 റൺസിന്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയത്. ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം. ടൈറ്റൻസ് വലിയൊരു വിജയലക്ഷ്യമുയർത്തിയതിന് പിന്നാലെ അവരുടെ ബോളർമാർ റോയൽസിന്റെ ബാറ്റിംഗ് നിരയെ അനായാസം തകർത്തെറിഞ്ഞു. ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ മുന്നിൽ നിന്ന് നയിച്ചു. മികച്ച 84 റൺസെടുത്ത ഗില്ലിനൊപ്പം സായ് സുദർശന്റെ നിർണായകമായ അർദ്ധ സെഞ്ചുറിയും ചേർന്നപ്പോൾ ടീം 4 വിക്കറ്റ് നഷ്ടത്തിൽ 229 റൺസ് എന്ന കൂറ്റൻ സ്കോറിലെത്തി. റോയൽസിന്റെ ചേസിന് കാര്യമായി മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവസാനം വെറും 16.3 ഓവറിൽ 152 റൺസിന് അവർ എല്ലാവരും പുറത്തായി. ഈ വിജയം ഗുജറാത്ത് ടൈറ്റൻസിന്റെ നില മെച്ചപ്പെടുത്തി. IPL 2026 പോയിന്റ് ടേബിളിൽ അവരെ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തു. അതേസമയം 4ാം സ്ഥാനത്തുണ്ടായിരുന്ന രാജസ്ഥാൻ റോയൽസ് 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇത് പ്ലേ ഓഫ് യോഗ്യതയ്ക്കുള്ള മത്സരം കൂടുതൽ കടുപ്പമാക്കിയിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബാറ്റിംഗ് കണ്ടാൽ പറയും, അവർ ആക്രമിച്ചു കളിച്ചെങ്കിലും ഒരു നിയന്ത്രണമുണ്ടായിരുന്നു എന്ന്. ഗില്ലിന്റെ തകർപ്പൻ 84 റൺസും സായ് സുദർശന്റെ 55 റൺസും ചേർന്നപ്പോൾ അതൊരു ഒന്നൊന്നര കൂട്ടുകെട്ടായിരുന്നു. വലിയൊരു സ്കോറിലേക്ക് എത്താൻ ഇത് അവർക്കൊരു മികച്ച അടിത്തറ നൽകി. പിന്നെ കിട്ടിയ ആവേശം ടൈറ്റൻസിന്റെ ബോളർമാർ ശരിക്കും മുതലെടുത്തു. അഫ്ഗാനിസ്ഥാന്റെ റഷീദ് ഖാൻ 4 വിക്കറ്റുകളെടുത്ത് മുന്നിൽ നിന്നു. വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ജേസൺ ഹോൾഡറിനും നല്ലൊരു പങ്കുണ്ടായിരുന്നു. 3 നിർണായക വിക്കറ്റുകളെടുത്ത് ഹോൾഡർ റോയൽസിനെ ശരിക്കും എറിഞ്ഞുമുറുക്കി. എന്നാൽ ഒരു ചെറിയ തിരിച്ചടിയുമുണ്ടായി. 2 ഓവറിൽ വെറും 10 റൺസ് മാത്രം വഴങ്ങിയ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന് റോയൽസിനെതിരായ മത്സരത്തിനിടെ കൈക്ക് പരിക്കേറ്റു. താരം കളം വിടുകയും ചെയ്തു. 4ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനടക്കം ടീമിൽ ഒരു വലിയ റോൾ കൊടുക്കാൻ സുന്ദറിനെയായിരുന്നു കണ്ടിരുന്നത്. രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഈ മത്സരം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. എല്ലാ മേഖലകളിലും അവർക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. അവരുടെ സ്ഥിരം ക്യാപ്റ്റനായ റിയാൻ പരാഗിന് കളിക്കാനായില്ല. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ പറ്റിയ ഹാംസ്ട്രിംഗ് പരിക്ക് കാരണമാണ് റിയാൻ പുറത്തായത്. യശസ്വി ജയ്സ്വാളാണ് ആദ്യമായി ടീമിന്റെ ഇടക്കാല നായകനായി എത്തിയത്. ജയ്സ്വാൾ 4 പന്തിൽ 3 റൺസും ഷിംറോൺ ഹെറ്റ്മേർ 7 പന്തിൽ 6 റൺസും മാത്രമാണ് എടുത്തത്. ടൈറ്റൻസിന്റെ അച്ചടക്കമുള്ള ബോളിംഗിനു മുന്നിൽ റോയൽസിന് ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവർ വല്ലാതെ ബുദ്ധിമുട്ടി. IPL 2026 ലേലത്തിൽ 30 ലക്ഷം രൂപയ്ക്ക് റോയൽസ് ടീമിലെത്തിച്ച മാർച്ച് 30 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ IPL അരങ്ങേറ്റം കുറിച്ച ബ്രിജേഷ് ശർമ്മ എന്ന അരങ്ങേറ്റക്കാരൻ ഈ കളിയിൽ 47 റൺസ് വഴങ്ങി 2 വിക്കറ്റ് സ്വന്തമാക്കി. ഈ കളി രാജസ്ഥാൻ റോയൽസിന്റെ 3ാമത്തെ വാർഷിക പിങ്ക് പ്രോമിസർ മാച്ച് കൂടിയായിരുന്നു. രാജസ്ഥാനിൽ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള മാറ്റങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ഈ കളിയിൽ ടീം പ്രത്യേക പിങ്ക് ജേഴ്സിയണിഞ്ഞാണ് കളിക്കാനിറങ്ങിയത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മെയ് 31 നടക്കാനിരിക്കുന്ന ഫൈനലിലേക്ക് IPL 2026 സീസൺ മുന്നോട്ടു പോകുമ്പോൾ ഈ മത്സരത്തിലെ ഫലം പോയിന്റ് ടേബിളിൽ വലിയ സ്വാധീനം ചെലുത്തും. പ്ലേ ഓഫ് സ്ഥാനങ്ങൾക്കായുള്ള പോരാട്ടത്തിന് ഇത് കൂടുതൽ ചൂടേകും.